ഇന്ത്യയിലെ വലതുപക്ഷത്തെ പീഡിപ്പിച്ചുകൊണ്ട്, ഇന്ത്യയിലെ ഫാസിസത്തെ പീഡിപ്പിച്ചുകൊണ്ട് അടുത്ത അധികാരം അവരുടെ കയ്യിലേക്ക് നൽകാനും അങ്ങനെ അതിൻ്റെ തണലിൽ ഈ കരാർ ഒന്നുകൂടി ശക്തമായി നടപ്പാക്കാനുമുള്ള ഹീനമായ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിൽ നടക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഒരു കാര്യത്തെ വെറുക്കാൻ ഒറ്റ കാര്യം പറഞ്ഞാൽ മതി. ഉത്തരേന്ത്യയുടെ പ്രത്യേക സാഹചര്യത്തിൽ അത് മുസ്ലിമീങ്ങൾക്ക് അനുകൂലമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ കൗ ബെൽറ്റിൽ, നമ്മുടെ ഹിന്ദി ബെൽറ്റിൽ പിന്നെ വേറെ ഒന്നും ആലോചിക്കേണ്ടതില്ലാത്തൊരു സാഹചര്യം കുറച്ചു കാലമായിട്ട് നിർഭാഗ്യവശാൽ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഈ കരാറിൻ്റെയും മുഴുവൻ അവസാനമായി ചെന്നെത്തിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ മുസ്ലിമീങ്ങൾക്ക് അത് സ്വീകാര്യമല്ല എന്നുള്ളിടത്താണ്. അങ്ങനെ ഒരു പ്രശ്നം ഇതിൽ ഉത്ഭവിക്കുന്നില്ല. രാജ്യത്തിന് മൊത്തമാണ് സ്വീകാര്യമല്ലാത്തത്. ഈ നാട്ടിലെ ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും സിഖുകാരും മതമൊന്നും ഇല്ലാത്തവരുമായ മനുഷ്യ സമൂഹത്തിനാണ് ഈ കരാർ സ്വീകാര്യമല്ലാത്തത്. അത് സ്വീകാര്യമല്ലാതിരിക്കാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നീണ്ട 1.5 നൂറ്റാണ്ട് കാലം നമ്മുടെ നവഭാരത ശില്പികൾ പോരാടി നേടിയെടുത്ത സ്വാതന്ത്ര്യത്തെ ഇമ്മട്ടിൽ അടിയറ വെക്കുന്നതിനോട് ഏത് മനുഷ്യനും ഉണ്ടാകുന്ന, ദേശാസ്നേഹിയായ ഏത് മനുഷ്യനും ഉണ്ടാകുന്ന സാമാന്യമായ വികാരമാണ്. അതോടൊപ്പം ഇത് കരാറിന് എന്തെങ്കിലും നേട്ടങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ എന്ത് നേട്ടം? നേട്ടമുണ്ട്. ആർക്ക്? അതല്ലേ ഇവിടെ അംബാനിമാരുടെ തമ്മിൽ തന്നെ മനസ്സിലാക്കേണ്ടത്. എന്താണെന്ന് ചോദിച്ചാൽ ഈ കരാർ എന്ന് പറഞ്ഞാൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ലക്ഷക്കണക്കിന് കോടികളുടെ കരാറാണ്. അങ്ങനെയുള്ള ഒരു കരാറിൻ്റെ ഭാഗമായിട്ട് അമേരിക്കയിൽ തുരുമ്പെടുത്ത് കിടക്കുന്ന കുറേ റിയാക്ടറുകളും അതുപോലെയുള്ള കുറേ സാധനങ്ങളുണ്ട്. അതിവിടെ ഇറക്കുമതി ചെയ്യാം. ആ ഇറക്കുമതി ചെയ്യുമ്പോൾ അതിൽ കിട്ടുന്ന കമ്മീഷനും കോഴയും അതുപോലെയുള്ള കിക്ക് ബാക്കും ഒന്ന് പറയാതിരിക്കുക ഭേദം. അമേരിക്ക ആവട്ടെ കഴിഞ്ഞ 3 ദശകക്കാലം 30 കൊല്ലക്കാലമായിട്ട് ഒരൊറ്റ ആറ്റം റിയാക്ടർ പുതുതായി സ്ഥാപിച്ചിട്ടില്ല. അവർക്ക് അതിൻ്റെ കഥ അറിയാം. അതുകൊണ്ടാണ് അങ്ങനെയില്ല. ആ അമേരിക്കയിൽ ഇല്ലാത്ത സാധനം ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുമതി ചെയ്യുക. ഇതിനു വേണ്ടിയുള്ള കരാറുകളാണ്. ഇതിൽ നിന്നുള്ള പണവും ലാഭവും മുൻകൂട്ടി പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റിൽ MP മാരെ പിടിക്കുന്നത്. ഇങ്ങനെ ദൂഷിത വലയം തീർത്തിരിക്കുന്നു. അതിനൊക്കെ അവസരം നൽകുന്ന ഈ കരാറിനെ നിരാകരിക്കണമെന്ന് പറയാൻ എനിക്ക് ആരോടുമല്ല. ആദ്യമായി ഞാൻ പറയുന്നു എൻ്റെ പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാരായ സുഹൃത്തുക്കളോട്, നിങ്ങൾ ദയവായി നിങ്ങളുടെ സംഘടനയെ രക്ഷിക്കണം. നിങ്ങളുടെ പ്രധാനമന്ത്രിയിൽ നിന്ന് നിങ്ങളുടെ സംഘടനയെ നിങ്ങൾ രക്ഷിക്കണം. മറ്റാരുമല്ല നിങ്ങളുടെ ശത്രു, ഇടതുപക്ഷമല്ല, അതുപോലെയുള്ള വേറെ പാർട്ടികളൊന്നുമല്ല. സാക്ഷാൽ ശത്രു ഈ പാർട്ടിയുടെ യഥാർത്ഥ ശത്രു നിർഭാഗ്യവശാൽ നിങ്ങളുടെ പ്രധാനമന്ത്രി. നിങ്ങളുടെ ഞാൻ പറയുന്നത് നിങ്ങൾ തിരഞ്ഞെടുത്ത പ്രധാനമന്ത്രിയെ. നിങ്ങൾ തിരഞ്ഞെടുത്താന്ന് പറയുന്നത് ഞാൻ തിരുത്തും. നിങ്ങൾ തിരഞ്ഞെടുത്ത അദ്ദേഹത്തെ അല്ല. അമേരിക്ക നിങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്ത പ്രധാനമന്ത്രിയെ. അദ്ദേഹത്തോട് നേരെ ചൊവ്വേ കാര്യം പറയേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. പൊന്നു സർദാർജി, താങ്കൾ ഒരു പക്ഷേ കാലം കഴിഞ്ഞു, സമയം കഴിഞ്ഞു എന്ന് വിചാരിക്കുമായിരിക്കും. കോൺഗ്രസിൻ്റെ സമയം അങ്ങനെ വേഗം കഴിയണമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടില്ല. എന്നെങ്കിലും അദ്ദേഹത്തെ ചെന്ന് കണ്ട് പറയാൻ കോൺഗ്രസ്സുകാർക്ക് കഴിയാതെ എൻ്റെ പ്രിയ സുഹൃത്ത് MI ഷാനവാസി എത്ര ലേഖനം എഴുതിയിട്ട് ആ കാര്യം അദ്ദേഹത്തിന് ലേഖനം നോക്കിക്കൊടുത്താൽ ഞാൻ അങ്ങോട്ട് വരുന്നത്. അദ്ദേഹത്തിന് ലോകത്തോട് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞുകൊണ്ട് ഞാൻ പൂർണ്ണമായി സമ്മതം കൊടുത്തതാണ്. പക്ഷെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അദ്ദേഹം തളരുകയല്ലാതെ ഒരു രക്ഷയുമില്ല. കാരണം എന്ന് വെച്ചാൽ സത്യം അദ്ദേഹത്തിൻ്റെ ഭാഗത്തില്ലെന്നുള്ളത്. കാരണം വ്യക്തിത്വം ഒരു ദുർബലമായ അങ്ങേയറ്റം അടിസ്ഥാനരഹിതമായ ഒരു ഭൂമികയിൽ നിന്നുകൊണ്ടാണ് ഈ പോരാട്ടം നടത്തുന്നത്. രക്ഷപ്പെടുകയും ഇനിയും സമയമുണ്ട്. ദുരഭിമാനമില്ലെങ്കിൽ ഇനിയും സമയമുണ്ട്. ഉടനടി പ്രകാശ് കാരാട്ടിനെയും നമ്മുടെ ശ്രീ ദേവരാജനെയും അതുപോലെയുള്ള ഇടതുപക്ഷ സ്വതന്ത്രചൂടനെയൊക്കെ ഒന്ന് വിളിച്ചു വരുത്തുക. സംഭവിക്കേണ്ടതൊക്കെ അങ്ങനെ സംഭവിച്ചു പോയി കാര്യമില്ല. നമുക്ക് ഈ കരാറിനെ കുറിച്ച് ഇനിയും ചർച്ചകളാവാം. അടിയന്തരമായിട്ട് ജോർജ് W. ബുഷ് പ്രസിഡന്റ് സ്ഥാനത്ത് ഒഴിവാകുന്നതിന് മുമ്പ് തന്നെ കരാർ ഒപ്പണമെന്ന് തീരുമാനിക്കേണ്ട. നമുക്ക് ജനങ്ങളെ സമീപിക്കാം. ജനാധിപത്യത്തെ മര്യാദ അതാണ്. അടുത്തത് 15ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഇഷ്യൂ തന്നെ അതായിക്കൊള്ളട്ടെ. ഒരു ഭാഗത്ത് ആണവ കരാറും മറുഭാഗത്ത് വേറെ പ്രശ്നങ്ങളുണ്ട്, അതും തന്നെ ആവട്ടെ. അതുവരെ നമുക്ക് നിലവിലുള്ള സംവിധാനവുമായിട്ട് പോവാം. നമ്മുടെ ഈ രാജ്യത്തിലെ മതേതരവാദികൾക്ക്, ഈ രാജ്യത്തിലെ മതന്യൂനപക്ഷങ്ങൾ നൽകിയ ഉറപ്പ് പാലിക്കാം. ഏറ്റവും ചുരുങ്ങിയത് ഫാസിസ്റ്റുകൾ ഈ അവസരത്തിൽ നിന്ന് മുതലെടുക്കുന്നത് നിങ്ങൾ തടയുകയും ചെയ്യാമെന്ന് പറയാൻ കോൺഗ്രസിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അവസാനത്തെ മണിക്കൂറുകളാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തെ രക്ഷിക്കാൻ, സ്വന്തം പാർട്ടിയെ രക്ഷിക്കാൻ, ഇതിനെ സാമ്രാജ്യത്തിനും ഫാസിസത്തിനും അടയൊരക്കാതിരിക്കാൻ ലഭിക്കുന്ന ഈ അവസരം ഏറ്റവും ഒടുവിലെങ്കിലും നമ്മുടെ കോൺഗ്രസ് സുഹൃത്തുക്കൾ അതുപയോഗിക്കുമെങ്കിൽ നിശ്ചയമായും അവർക്കും രാജ്യത്തിനും അതിലാണ് രക്ഷ. അല്ലെന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന ദുരന്തത്തെ, വിപത്തിനെ നമ്മളെല്ലാവരും നേരിടുകയല്ലാതെ യാതൊരു രക്ഷയുമില്ല. അതിലേക്ക് പോവാൻ ദൈവം അവസരം ഒരുക്കാതിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് സോളിഡാരിറ്റിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കും.